2026 ഏപ്രിൽ 10 ലോകമേറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഇന്ന് ബെയ്ജിംഗ് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും തായ്വാൻ മുൻ പ്രസിഡന്റും നിലവിലെ പ്രധാന പ്രതിപക്ഷ നേതാവുമായ മാ യെങ്-ജിയോയും തമ്മിൽ ചരിത്രപരമായ കൂടിക്കാഴ്ച നടത്തി. ഒരു വശത്ത് ചൈന തായ്വാനെ ലക്ഷ്യമിട്ട് സൈനികാഭ്യാസം ശക്തമാക്കുമ്പോൾ മറുവശത്ത് സമാധാനത്തിന്റെ വിത്തുകൾ പാകാനാണ് താൻ എത്തിയതെന്ന് മാ പ്രഖ്യാപിക്കുന്നു. എന്താണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം? ചൈനയും തായ്വാനും തമ്മിലുള്ള ഈ ഒരു ലവ് ഹെയ്റ്റ് റിലേഷൻഷിപ്പിന്റെ ചരിത്രം എന്താണ്? അമേരിക്കയും ലോകരാജ്യങ്ങളും ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? പരിശോധിക്കാം. ബെയ്ജിംഗിലെ ഗ്രേറ്റ് ഹാൾ ഓഫ് ദി പീപ്പിളിലാണ് ഈ ഒരു നിർണായക ചർച്ച നടന്നത്. മാ യെങ്-ജിയുടെ ഈ സന്ദർശനം വെറും ഒരു യാത്രയല്ല, മറിച്ച് തായ്വാൻ കടലിടുക്കിലെ കനലുകൾ കെടുത്താനുള്ള ഒരു ശ്രമം തന്നെയാണ്. യുദ്ധം ഒഴിവാക്കുക, സമാധാനം പുനഃസ്ഥാപിക്കുക എന്നതായിരുന്നു മായുടെ പ്രധാന ആവശ്യം. ഷി ജിൻപിങ് വളരെ പോസിറ്റീവായിട്ടാണ് ഇതിനോട് പ്രതികരിച്ചത്. രണ്ട് ഭാഗത്തുള്ളവർ ഒരേ കുടുംബമാണ് എന്നാണ് ഷീ പറഞ്ഞത്. എന്നാൽ തായ്വാൻ സ്വതന്ത്രമാകാൻ ശ്രമിച്ചാൽ അതിനെ നഖശികാന്തം എതിർക്കുമെന്ന മുന്നറിയിപ്പും ചൈനീസ് മാധ്യമങ്ങൾ ഇതിനോടൊപ്പം നൽകുന്നുണ്ട്. അതേസമയം തായ്വാനിലെ ഭരണകക്ഷിയായ DPP, ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി, ഈ കൂടിക്കാഴ്ചയെ സംശയത്തോടെയാണ് നോക്കിക്കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് ചരിത്രം പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ചൈന തായ്വാനെ വിട്ടുകൊടുക്കാത്തത്? ഇതിന്റെ വേരുകൾ 1949 ചൈനീസ് ആഭ്യന്തര യുദ്ധത്തിലാണ്. അന്ന് മാവോ സെതുങ്ങിന്റെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ചെടുത്തപ്പോൾ പരാജയപ്പെട്ട ചിയാങ് കൈഷക്കിന്റെ നേതൃത്വത്തിലുള്ള കുമിങ്താങ് KMT പാർട്ടി തായ്വാൻ ദ്വീപിലേക്ക് പലായനം ചെയ്തു. അന്നു മുതൽ തായ്വാൻ സ്വയംഭരണാധികാരമുള്ള ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പ്രവർത്തിക്കുകയാണ്. എന്നാൽ ചൈനയുടെ നിലപാട് വ്യക്തമാണ്. വൺ ചൈന പോളിസി, അതായത് തായ്വാൻ ചൈനയുടെ ഒരു പ്രവേശം മാത്രമാണ്. അത് എന്ന് വേണമെങ്കിലും ചൈനയുമായി കൂട്ടിച്ചേർക്കപ്പെടും. ഇതിനെയാണ് തായ്വാനിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും എതിർക്കുന്നത്. മാ യെങ്-ജിയുടെ പാർട്ടിയായ KMT ചൈനയുമായിട്ട് സംഭാഷണത്തിന് തയ്യാറാണെങ്കിലും നിലവിലെ പ്രസിഡന്റ് ലായ് ചിങ് തേയുടെ പാർട്ടി പൂർണ്ണ സ്വാതന്ത്ര്യമാണ് ആഗ്രഹിക്കുന്നത്. അടുത്ത പ്രധാന ചോദ്യം ഈ കൂടിക്കാഴ്ചയോട് ലോകം എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് അമേരിക്കയുടെ നിലപാടാണ്. തായ്വാന്റെ ഏറ്റവും വലിയ സുരക്ഷാ പങ്കാളിയാണ് അമേരിക്ക. മായുടെ സന്ദർശനത്തെക്കുറിച്ച് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞത് സമാധാനപരമായ ചർച്ചകളെ സ്വാഗതം ചെയ്യുന്നു, പക്ഷേ തായ്വാനിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കപ്പെടണം എന്നാണ്. ഇനി ജപ്പാൻ ആവട്ടെ ഇതിനെ വളരെ കരുതലോടെയാണ് കാണുന്നത്. തായ്വാൻ കടലിടുക്കിൽ യുദ്ധമുണ്ടായാൽ അത് ജപ്പാന്റെ സുരക്ഷയെ ബാധിക്കും. ഇനി ഇന്ത്യയുടെ നിലപാടും ശ്രദ്ധേയമാണ്. ഇന്ത്യക്ക് ഔദ്യോഗികമായിട്ട് തായ്വാനുമായി നയതന്ത്ര ബന്ധമില്ല എങ്കിലും സാമ്പത്തികമായും സാങ്കേതികമായും ബന്ധം ശക്തമാക്കുന്നുണ്ട്. ചൈനയുടെ ആധിപത്യം തടയാൻ തായ്വാന്റെ നിലനിൽപ്പ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പ്രധാനവുമാണ്. 2026 ഈ കൂടിക്കാഴ്ചയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട്. ശരിക്കും തായ്വാനിലെ അടുത്ത തിരഞ്ഞെടുപ്പിന് മുൻപുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ടാണ് ഇതിനെ നിരീക്ഷകർ കാണുന്നത്. ചൈനയുമായി സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുമെന്ന് മാ യെങ്-ജിയോ ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. കാര്യങ്ങൾ എങ്ങനെയാണെങ്കിലും ഇതിനെ ചൈനയ്ക്ക് മുന്നിലുള്ള ഒരു കീഴടങ്ങൽ എന്നാണ് വിമർശകർ വിളിക്കുന്നത്. ഷി ജിൻപിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ബലപ്രയോഗത്തിലൂടെ അല്ലാതെ തായ്വാനെ വശത്താക്കാൻ കിട്ടിയ ഒരു അവസരമാണിത്. സമാധാനത്തിന്റെ വിത്തുകൾ പാകാനാണ് താൻ വന്നതെന്ന് മാ പറയുമ്പോഴും അത് ചൈനയുടെ തന്ത്രത്തിന്റെ ഭാഗമാണോ എന്ന് ലോകം സംശയിക്കുന്നുണ്ട്. ഒരു വശത്ത് ചർച്ച നടക്കുമ്പോഴും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ചൈനീസ് വിമാനങ്ങൾ തായ്വാന്റെ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ അതിക്രമിച്ചു കയറിയിരുന്നു. ഈ വൈരുദ്ധ്യം നമ്മൾ ശ്രദ്ധിക്കണം. ഒരു കൈ കൊണ്ട് സമാധാനം പറയുകയും മറുകൈ കൊണ്ട് ആയുധം കാണിക്കുകയും ചെയ്യുന്ന ചൈനീസ് ശൈലിയാണിത്. മാ യെങ്-ജിയുടെ ഈ യാത്ര ചൈനയെ എത്രത്തോളം തണുപ്പിക്കുമെന്ന് വരും ദിവസങ്ങളിൽ കാണാം. ചുരുക്കത്തിൽ ബെയ്ജിംഗിലെ ഈ ഹസ്തദാനം ലോക രാഷ്ട്രീയത്തിൽ പുതിയൊരു അധ്യായം തുറന്നിരിക്കുകയാണ്. യുദ്ധത്തിന് തയ്യാറെടുക്കുന്ന ഒരു ലോകത്തിന് ഈ ചർച്ചകൾ നേരിയ പ്രതീക്ഷ നൽകുന്നുണ്ട്. പക്ഷേ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് ചൈനയുടെ താല്പര്യങ്ങൾ എപ്പോഴും അവരുടെ ദേശീയ ഐക്യത്തിന് മുൻഗണന നൽകുന്നു എന്നാണ്. തായ്വാൻ ജനത ഈ കൂടിക്കാഴ്ചയെ എങ്ങനെ സ്വീകരിക്കും? അമേരിക്ക ഇതിൽ ഇടപെടുമോ? വരും മാസങ്ങൾ പശ്ചിമ പസഫിക് മേഖലയ്ക്ക് നിർണായകമാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.